नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 81. കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളെ കാണുന്നു. പേജ് നമ്പർ 799. ഇതുപോലെ ഒരു ജീവിയുടെ ശരീരവും 5 മൂലകങ്ങളുടെ സംയുക്തമാണ്. ഭൗതികാവസ്ഥയിൽ രൂപം കൊണ്ടിരിക്കുന്ന ജീവാത്മാവും നമ്മുടെ അവിഭാജ്യ ഘടകമാകുന്നു. താനാണു പരമഭോക്താവ് എന്ന അതിൻ്റെ തെറ്റായ സങ്കല്പത്തിൻ്റെ ഫലമായി ജീവാത്മാവ് ഈ ഭൗതികാവസ്ഥയിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. ജീവാത്മാവ് ഭൗതികാവസ്ഥയിൽ തടവിലാക്കപ്പെടാൻ കാരണം ഈ ദുരഹങ്കാരമാകുന്നു. പരമമായ നിരപേക്ഷ സത്യം എന്ന നിലയിൽ ജീവാത്മാവിനും അവൻ്റെ മൂർത്തരൂപത്തിനും അതീതമാണു നാം. നമ്മുടെ പരമനിയന്ത്രണത്തിൽ കീഴിലാണു ഭൗതികവും ആധ്യാത്മികവുമായ ശക്തികൾ രണ്ടും പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗോപിമാരെ, ഇങ്ങനെ പീഡിതരാകാതെ ഒരു ദാർശനിക മനോഭാവത്തോടെ എല്ലാറ്റിനെയും കൈക്കൊള്ളാൻ ശ്രമിക്കണമെന്നാണു നമ്മുടെ അപേക്ഷ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സദാ നമ്മുടെ കൂടെയാണെന്നും നാം തമ്മിൽ വേർപെടുമ്പോൾ ദുഃഖത്തിനവകാശമില്ലെന്നും നിങ്ങൾക്കു ബോധ്യമാകും. ഭഗവാൻ കൃഷ്ണൻ ഗോപിമാർക്കു നൽകിയ ഈ സുപ്രധാന നിർദ്ദേശം കൃഷ്ണാവബോധത്തിൽ വ്യാപൃതരായിരിക്കുന്ന ഭക്തന്മാർക്കൊക്കെ ഉപയോഗപ്രദമാണ്. ഭാവനാതീതവും ഏകകാലത്ത് തന്നെ വിഭിന്നവും ഏകവുമായ അടിസ്ഥാനത്തിലാണ് ഈ ദർശനം മുഴുവൻ പടുത്തുയർത്തിയിരിക്കുന്നത്. തൻ്റെ നിർവ്യക്തിക ഭാവത്തിൽ താൻ എല്ലാറ്റിലും സന്നിഹിതനാണെന്നു ഭഗവാൻ ഭഗവദ്ഗീതയിൽ പറയുന്നുണ്ട്. എല്ലാം അദ്ദേഹത്തിൽ നിലകൊള്ളുന്നു. അദ്ദേഹം ഒരിടത്തും സന്നിധാനം കൊള്ളുന്നില്ല. പ്രപഞ്ച പ്രത്യക്ഷം കൃഷ്ണൻ്റെ ശക്തിപ്രകടനമല്ലാതെ മറ്റൊന്നുമല്ല. ആ ശക്തി ശക്തനിൽ നിന്നും വിഭിന്നമല്ലാത്തതിനാൽ കൃഷ്ണാവബോധത്തിൻ്റെ അഭാവത്തിൽ നാം കൃഷ്ണനിൽ നിന്നു വേർപിരിയുന്നു. എന്നാൽ ഭാഗ്യവശാൽ കൃഷ്ണാവബോധമുണ്ടെങ്കിൽ നാം ഒരിക്കലും കൃഷ്ണനിൽ നിന്നു വേർപിരിയുകയില്ല. ഭക്തിയുത സേവനത്തിൻ്റെ പ്രക്രിയ കൃഷ്ണാവബോധത്തെ ഉത്തേജിപ്പിക്കും. മാത്രമല്ല, ഭൗതിക ശക്തി കൃഷ്ണനിൽ നിന്നു വേർപെടുത്തപ്പെട്ടിട്ടില്ലെന്നു മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഭക്തനുണ്ടെങ്കിൽ അയാൾക്ക് ആ ഭൗതിക ശക്തി ഭഗവത് സേവനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും.
എന്നാൽ കൃഷ്ണാവബോധത്തിൻ്റെ അഭാവം മൂലം മറവിക്കാരനായ ജീവാത്മാവ് കൃഷ്ണൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നിട്ടും ഭൗതിക ലോകത്തിൻ്റെ ഭോക്താവ് എന്ന നിലയിൽ തെറ്റായി സ്വയം പ്രതിഷ്ഠിച്ച ഭൗതികമായ ഊരാക്കുടുക്കിൽപ്പെട്ട തൻ്റെ ഭൗതികാസ്തിത്വം തുടരാൻ ഭൗതിക ശക്തിയാൽ നിർബന്ധിതനായിത്തീരുന്നു. ഇക്കാര്യവും ഭഗവത്ഗീതയിൽ ഊന്നി പറയുന്നുണ്ട്. ജീവാത്മാവിനെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതു ഭൗതിക ശക്തിയായിരുന്നിട്ടും സർവാധികാരിയും പരമഭോക്താവും തങ്ങളാണെന്ന് അവൻ തെറ്റായി വിചാരിക്കുന്നു. ക്ഷേത്രത്തിൽ കാണുന്ന അർച്ചാവിഗ്രഹം അഥവാ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രതിഷ്ഠാരൂപം കൃഷ്ണനെ പോലെയുള്ള സച്ചിദാനന്ദ വിഗ്രഹം തന്നെയാണെന്നു ഭക്തനു പൂർണ്ണ ബോധ്യം വന്നാൽ ക്ഷേത്രമൂർത്തിക്ക് അയാൾ ചെയ്യുന്ന സേവനം പരമപുമാനു നേരിട്ടു നടത്തുന്ന സേവനമായി തീരും. അതുപോലെ തന്നെ ക്ഷേത്രവും ക്ഷേത്രത്തിലെ സാധന സാമഗ്രികളും മൂർത്തിക്കു സമർപ്പിക്കുന്ന ഭോജ്യങ്ങളും ഒക്കെ കൃഷ്ണനിൽ നിന്നു അഭിന്നമാണ്. ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ശ്രേഷ്ഠമായ മാർഗദർശനത്തിൻ കീഴിൽ ഈ ഭൗതികാസ്തിത്വത്തിൽ പോലും കൃഷ്ണ സാക്ഷാത്കാരം നേടാൻ തികച്ചും സാധ്യമാണ്. ഏകകാലത്തു തന്നെ ഏകതയും വ്യത്യസ്തതയും എന്ന ദർശനം കൃഷ്ണനാൽ പഠിപ്പിക്കപ്പെട്ട ഗോപിമാർ സദാ കൃഷ്ണാവബോധത്തിൽ നിലകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള ഭൗതിക മാലിന്യങ്ങളിൽ നിന്നു വിമുക്തരായി തീർന്നു. ഭൗതിക ലോകത്തിൻ്റെ ഭോക്താവെന്നു തെറ്റായി സ്വയം അവതരിപ്പിക്കുന്ന ജീവാത്മാവിൻ്റെ അവബോധത്തെ ജീവകോശമെന്നാണ് പറയുക. അതായത് ദുരഹങ്കാരത്തിൻ്റെ തടവറ. ഗോപിമാർ മാത്രമല്ല, കൃഷ്ണൻ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഏതൊരാളും ജീവകോശത്തിൻ്റെ ബന്ധനത്തിൽ നിന്നു തക്ഷണം വിമുക്തനായി തീരുന്നു. കൃഷ്ണാവബോധമുള്ള വ്യക്തി സദാ ദുരഭിമാനത്തിൽ നിന്നു മുക്തനായിരിക്കും. അയാൾ സർവ്വതും കൃഷ്ണസേവനത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കലും കൃഷ്ണനിൽ നിന്നും വേർപിരിയുന്നുമില്ല. ഹരേ കൃഷ്ണ.